കൂടാതെ അടുത്ത 3.9 അപ്ഡേറ്റിൽ നമുക്ക് സൂപ്പർ സ്മൂത്ത് നിന്ന് ഒരു പുതിയ ഗ്രാഫിക്സ് വരുന്നുണ്ടെന്നുള്ള ഒരു ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ലോ എൻഡ് ഡിവൈസുകാർക്കും ഇനി മുതൽ 60 FPS കളിക്കാൻ പറ്റും എന്നുള്ളത്. ആക്ച്വലി അവിടെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഗ്രാഫിക്സ് 90 FPS-ലുള്ളവർക്കോ 120 FPS-ലുള്ളവർക്കോ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും 90 120 FPS ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവത്തില്ല. ഇനി ലോ എൻഡ് ഡിവൈസുകാർക്ക് എങ്ങനെയാണ് സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഗ്രാഫിക്സ് വർക്ക് ആവുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നിലവിൽ എൻ്റെ കയ്യിൽ ഒരു ലോ എൻഡ് ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഗ്രാഫിക്സ് കാണിച്ചു തരാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്നൊരു തമിഴ് യൂട്യൂബറിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഞാനിവിടെ ഡെമോയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ എൻഡ് ഡിവൈസ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര FPS ആണ് നിലവിലുള്ളത് ആ ഒരു FPS, അതായത് ഇപ്പോൾ ഇവിടെ സ്മൂത്തിൽ ഹൈ ആണ്, അതായത് 30 FPS ആണ് കാണിച്ചേക്കുന്നത്. ഇനി ഈ ഒരു സ്മൂത്തിൽ ഹൈ എന്ന് പറയുന്നത് സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്മൂത്ത് അൾട്രാ കാണാനായിട്ട് സാധിക്കും. അതായത് നിലവിൽ നിങ്ങൾക്കുള്ള ഒരു FPS-ൻ്റെ ഒരു ഹയർ വേർഷൻ കൂടി കിട്ടും. അതായത് നിങ്ങൾ ഏതൊരു ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്നവരായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്ട്രീം കിട്ടും എന്നുള്ളതല്ല. നിലവിൽ നിങ്ങൾക്ക് എത്ര FPS ആണ് കിട്ടുന്നത് അതിൻ്റെ ഒരു പടി ഹയർ വേർഷൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് സൂപ്പർ സ്മൂത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഗ്രാഫിക്സിൻ്റെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കുക. സംഭവം ഫുള്ളായിട്ട് പറഞ്ഞ ഒരു ലൈറ്റ് വേർഷൻ ആ ഒരു രീതിയിലായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലാഗ് റെഡ്യൂസ് ആവും എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഉള്ള FPS-ന് ഒരു പടി മേലെ, അതായത് നിങ്ങൾക്ക് ഗ്രാഫിക്സ് മാക്സിമം കുറച്ച് റെൻഡറിങ് കുറച്ച് തരുന്നു, അത്രയേ ഉള്ളൂ. നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നല്ല, കുറച്ച് ബെറ്റർ ആവും. അപ്പം ഈ ഒരു റിയാലിറ്റി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഗ്രാഫിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോഴും നിലവിൽ സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്ന പ്ലേയേഴ്സിനും ഒരു ആശ്വാസമായിരിക്കുമല്ലോ, എല്ലാവർക്കും 60 കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് ഇതൊരു നഷ്ടമാണെന്നറിയാം. എന്നാലും നിങ്ങളും കൂടെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ആവശ്യമില്ലാത്ത ഹോപ്പ് കൊടുത്ത് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി ഇപ്പോഴും അറിയാതെ എല്ലാ ലോ എൻഡ് ഡിവൈസിലും 60 FPS തന്നെ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.